അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മസ്അല പഠനം. ചോദ്യം: ഭാര്യയുടെ യോനിയിൽ നാവുകൊണ്ട് സുഖമെടുക്കൽ അനുവദനീയമാണോ? അൽഹംദുലില്ലാഹ്, തീർച്ചയായും ഭാര്യയുടെ യോനിയിൽ നാവുകൊണ്ട് സുഖമെടുക്കലും സുഖിപ്പിക്കലും അനുവദനീയമാണ്. പരിശുദ്ധമായ മതം അംഗീകരിച്ചതാണിത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയം അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം വന്ന സ്ഥിതിക്ക് വിവരിക്കൽ അനിവാര്യമായതുകൊണ്ട് ആ ഒരു വിഷയം വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടം മുതൽക്ക് അവസാന നിമിഷങ്ങൾ വരെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ ആ സംഭവിക്കുന്ന മുഴുവൻ വിഷയങ്ങളെ സംബന്ധിച്ചും മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സുപ്രധാനമായ കാലഘട്ടമാണ് വൈവാഹിക ജീവിതം. അതുകൊണ്ട് തന്നെ ആ വൈവാഹിക ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും എങ്ങനെ ഇടപഴകണം, അവരെങ്ങനെ സുഖിക്കണം, അവരെങ്ങനെ സുഖമെടുക്കണം, എല്ലാ വിഷയങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യത്തെ വിശദീകരിക്കുന്നതായി കാണാം. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി വിവരിക്കുകയാണ്: യജൂസു ലിസ്സൗജി കുല്ലു തമത്തുഇൻ മിൻഹാ ബിമാ സിവാ ഖൽഖത ദുബരിഹാ വലൗ ബിമസ്സി ബദരിഹാ. ഓരോ ഭർത്താക്കന്മാർക്കും ഭാര്യമാരിൽ നിന്ന് എല്ലാ നിലക്കും സുഖമെടുക്കൽ അനുവദനീയമാണ്. അഥവാ പരിശുദ്ധമായ മതം അംഗീകരിച്ച രൂപത്തിലുള്ള എല്ലാ നിലക്കുള്ള സുഖമെടുക്കലും അനുവദനീയമാണ്. എന്നാൽ പിൻദ്വാരത്തിലൂടെയുള്ള സുഖമെടുക്കൽ പരിശുദ്ധമായ മതം അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള സുഖമെടുക്കൽ പാടുള്ളതല്ല. വലൂബി മസ്സി ബദരിഹ, എത്രത്തോളമെന്നാൽ ഭാര്യയുടെ ഗുഹീയ ഭാഗത്തുള്ള ക്രിസരി ഈമ്പൽ കൊണ്ടിട്ടാണെങ്കിലും ശരി സുഖമെടുക്കൽ അനുവദനീയമാണെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ ഭാര്യയുടെ യോനിയിൽ നാവുകൊണ്ട് സുഖിപ്പിക്കലും സുഖമെടുക്കലും അത് പരിശുദ്ധമായ ഇസ്ലാം അംഗീകരിച്ചതാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അനുവദനീയമാണെന്ന് ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഫത്ഹുൽ മുഈൻ നോക്കിയാൽ നിക്കാഹിന്റെ അധ്യായത്തിൽ നമുക്ക് ഈ വിഷയം കാണാവുന്നതാണ്.